പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആകേണ്ടതിന്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ എടുത്തു പറയുന്ന ക്രിസ്തുവിന്റെ നാൾ എന്നത്. ക്രിസ്തുവിന്റെ നാൾ ഭയപ്പെടേണ്ട ഒരു ദിനമല്ല, അത് വിശ്വാസികൾക്കുള്ള പ്രതീക്ഷയുടെ ദിനമാണ്. ക്രിസ്തുവിന്റെ നാളിൽ നമ്മുടെ വിശ്വാസം കാഴ്ചയായി മാറും, നമ്മുടെ കണ്ണുനീർ സന്തോഷമായി മാറും, നമ്മുടെ പോരാട്ടങ്ങൾ കിരീടമായി മാറും. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന്. ദൈവത്തിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും, നിത്യമായതും താൽക്കാലികമായതും, വിലയുള്ളതും വിലയില്ലാത്തതും വിവേചിച്ച് നടക്കുവാൻ. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ നാളിൽ നാം നിർമ്മലരായി ഇടർച്ചയില്ലാത്തവരായി നിൽക്കേണ്ടതിന്. പ്രിയരെ, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു വീണ്ടും വരുന്നു. ഇത് ഉറപ്പുള്ളതാണ്. അത് ഉറപ്പുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ നാൾ വിശ്വാസികൾക്ക് ശിക്ഷയുടെ ദിനമല്ല, അത് പ്രതിഫലത്തിന്റെ ദിനമാണ്. അതുകൊണ്ട് ഇന്ന് നാം ക്ഷീണിച്ചു പോകേണ്ട, ഇന്ന് നാം നമ്മുടെ പ്രത്യാശ വിട്ടുകളയേണ്ട. ക്രിസ്തുവിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഈ പ്രത്യാശ നമ്മെ അതിയായി ശക്തീകരിക്കട്ടെ, ഈ പ്രത്യാശ നമ്മെ ശുദ്ധീകരിക്കട്ടെ. അതിനായി ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ നാളെന്ന മഹാപ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജ്വലിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ നാൾ വരുന്നത് വരെ ഞങ്ങൾ നിർമ്മലരായി ഇടർച്ചയില്ലാത്തവരായി നിൽക്കേണ്ടതിന് അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ നാൾ ഞങ്ങൾക്ക് മഹാസന്തോഷത്തിന്റെ ദിനങ്ങളായി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.